പറ്റുന്നില്ല. പിന്നെ ആകെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, ഇതുപോലെ ഫാൻ കിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഇനി ഈ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന സ്ഥലം KSEB ഓഫീസാണ്. ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചെറിയ കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലും കാർന്നോന്മാരുള്ള വീട്ടിലും സാധാരണ. അതായത് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നൊരു കലാപരിപാടിയാണ് ഇപ്പം 10 മണി തൊട്ട് 12 മണി വരെ ഫുൾ ടൈം കറണ്ട് കെട്ട്. പണ്ട് നമുക്ക് ലോഡ് ഷെഡിങ് എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഒരു അരമണിക്കൂർ ഫിക്സ്ഡ് ആയിട്ട് കറണ്ട് പോകും. അതായത് വൈദ്യുതിയെ സേവിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ഒഴിവാക്കിയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരുന്നൊരു ഇപ്പം ഈ ഗവൺമെൻറ് പറയുന്നൊരു കാര്യമാണ് 10 വർഷമായിട്ട് ലോഡ് ഷെഡിങ് ഇല്ലെന്നാണ് പറയുന്നത്. ലോഡ് ഷെഡിങ് ഇല്ല, പക്ഷേ ലോഡ് ഷെഡിങ് അരമണിക്കൂറേ ഉള്ളായിരുന്നു. അതിൻ്റെ ഒരു 10 മടങ്ങ്, അതായത് ഒരു ദിവസത്തെ ഒരു 2-3 മണിക്കൂർ തന്നെ കറണ്ട് കളയുന്നുണ്ട് സ്ഥിരം. അതായത് രാവിലെ തന്നെ ഒരുപാട് പ്രാവശ്യം കറണ്ട് പോകും. അതുപോലെ തന്നെ ഇപ്പോൾ വരുന്നോണ്ടിരിക്കുന്ന 10 മണി തൊട്ട് ഒരു 12 മണി വരെ സ്ഥിരം കറണ്ടില്ല. അതായത് വരും, 1 മിനിറ്റ് കഴിയും പിന്നെയും പോകും. അതായത് ഫിക്സ്ഡ് ആയിട്ട് ഇങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ പറയുന്നത് ഓവർലോഡാണ് പരമാവധി ഇപ്പോൾ ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്നത്. കാരണം ഉപയോഗിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ചൂടത്ത് പിന്നെ എന്ത് ചെയ്യും? ഇവർ പറയുന്നത് എന്താ പറയുന്നത്, ഓവർലോഡ് ആകുമ്പോൾ ട്രിപ്പ് ആകുന്നു. അപ്പോൾ നിങ്ങൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഗൾഫിൽ ജീവിച്ച ആളാണ്. അവിടെ ഇതിനേക്കാളും ചൂടുണ്ട്. അവിടെ കറണ്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കറണ്ട് പോകണമെങ്കിൽ അവർ 2-3 ദിവസം മുമ്പ് വന്ന് ഇൻഫോം ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്ഫോമറും കാര്യങ്ങളും അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോഡ് ഷെഡിങ് തന്നെ കൊണ്ടുവരിക. ഫിക്സ്ഡ് ആയിട്ട് മുന്നറിയിപ്പ് നൽകി അരമണിക്കൂർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് കുറച്ച് കിട്ടും. ഇത് 10 മണിക്ക് ശേഷം, അതായത് ഉറങ്ങുന്ന സമയത്താണ് നിങ്ങൾ ഈ കാണിക്കുന്ന വൃത്തികൾ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. KSEB ഓഫീസിൽ കറണ്ട് ഉണ്ട് ഫുൾ ടൈം. ആരും ഇല്ലാത്തടത്തൊക്കെ റൂമിലൊക്കെ ഫുൾ ടൈം കറണ്ട്, AC ഫുൾ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഗവൺമെൻറ് 2000 രൂപ 3000 രൂപ പെൻഷൻ തരികയോ 6000 രൂപ വർഷത്തിൽ തരികയോ അല്ലാതെ അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ചെയ്യാത്തത് അത് തന്നെയാണ്. അവർ ഗതാഗതങ്ങൾക്ക് വേണ്ടിയോ ആശുപത്രി കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും ചെയ്യില്ല. അവർ മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1000 രൂപയോ 2000 രൂപയോ മാസത്തിൽ കൂട്ടിത്തരും. അത് 10 മടങ്ങായിട്ട് പെട്രോളിൽ നിന്നും നമ്മൾ നിത്യോപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്നും ടാക്സ് ആയിട്ട് തിരിച്ച് മേടിക്കുകയും ചെയ്യും. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ വൈദ്യുത കാര്യം തന്നെ, ഈ ട്രാൻസ്ഫോമേഴ്സൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക, അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള രീതിയിലേക്ക് അതിനെയൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഇനി ഒരു ചൂട് വരാൻ നേരത്ത് നമ്മൾ അതിനെ അതിജീവിക്കാനുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം.